പറഞ്ഞാൽ മനസ്സിലായോ? ഒരു വീട്ടിലൊരു കുടുംബത്തിൽ ഒരു വഴക്കുണ്ടെങ്കിൽ കുടുംബ കാരണവരായിരിക്കണം അതിൻ്റെ അവസാന വാക്ക് പറയണ്ടേ. ഇതങ്ങനാണോ? വാർഡ് മെമ്പർ, ബ്ലോക്ക് മെമ്പർ, പഞ്ചായത്ത് മെമ്പർ, ജില്ലാ പ്രസിഡന്റ്, ജില്ലാ കളക്ടർ, മന്ത്രിമാർ, MLA മാർ, ഇങ്ങനെ തുടങ്ങി പ്രധാനമന്ത്രി കഴിഞ്ഞ് രാഷ്ട്രപതി വരയിൽ ചെല്ലും. ഇവരുടെ എല്ലാ അഭിപ്രായം എടുത്തിട്ട് കുടുംബത്തെ തീരുമാനം എടുക്കും. അപ്പോഴത്തേക്കും എന്ത് ചെയ്യും? തീരുമാനമാവും. വേണ്ടേ? അപ്പം അങ്ങനെയൊന്നും അല്ല ഇവിടെ പറഞ്ഞത്. ഇവിടെ കൃഷ്ണൻ എപ്പോഴും മറ്റൊരാളുടെ പ്രൈവസിയെ, മറ്റൊരാളുടെ സ്വകാര്യതയെ നമ്മൾ മാനിക്കണം. പറയുന്നത് മനസ്സിലായി? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ദിവസം ജോലിയൊന്നും ആയില്ലയോ, കെട്ടുന്നില്ലയോ, കൊച്ചുങ്ങളില്ലയോ ഇങ്ങനെ ചോദിക്കരുത്. അതൊക്കെ എന്ന് പറഞ്ഞ ഒരാളുടെ വ്യക്തിഗതമായ കാര്യമാണ്. പറയുന്നത് മനസ്സിലായോ? എന്താ പറഞ്ഞത്? വ്യക്തിഗതമായ കാര്യം, പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പോൾ എത്ര വ്യക്തികളായാലും കുട്ടികളുള്ള വ്യക്തികൾ അവർ സംസാര മധ്യേ ഒരിക്കലെങ്കിലും ആരുടെ കാര്യം പറയും? മക്കളുടെ കാര്യം പറയില്ലേ? ചിലർ എന്താണെന്നറിയോ, ചിലർ ഇതിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സന്തതികളില്ലാതെ ഇരിക്കാൻ ഒരു ദമ്പതിമാരും ആഗ്രഹിക്കില്ല, അല്ലേ? സന്തതികളില്ലാതിരിക്കാൻ ആഗ്രഹിക്കില്ല. അപ്പോൾ അവർക്ക് മറ്റു പല കാരണങ്ങളായിരിക്കാം, അവരുടെ ജീവിതത്തിന് പല ആരോഗ്യ പ്രശ്നങ്ങൾ എന്തുവാവാം. അവർക്കേ അതിൻ്റെ വേദന അറിയത്തുള്ളൂ, അതിൻ്റെ ദണ്ണം അറിയത്തുള്ളൂ. വിവാഹം കഴിച്ച് കുടുംബത്തിലിരിക്കുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ കുടുംബിനികളായിരിക്കുന്ന സ്ത്രീകൾ എല്ലാവരും ആ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന വേദന അനുഭവിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നവരല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. വേറെ ഒരു വേദനയും മനുഷ്യൻ സഹിക്കത്തില്ല. ആ അമ്മ, ആ സ്ത്രീ എന്തിനു വേണ്ടി തയ്യാറെടുക്കും? എന്തിനു വേണ്ടി? ഒന്ന് ആലോചിച്ച്, ശരീരത്തിലെ 29 എല്ലൊടിയുന്ന വേദനയാ ഒരു കുഞ്ഞിനൊരു അമ്മ ജന്മം കൊടുക്കുമ്പോൾ അനുഭവിക്കണതേ. ആ വേദന സഹിച്ച് പിടിച്ച് കിടക്കും. ആർക്ക് വേണ്ടി? തൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട്. തൻ്റെ കുഞ്ഞ് കരയുമ്പോൾ ഒരിക്കൽ മാത്രമേ ഈ അമ്മ ചിരിക്കുള്ളൂ. എപ്പോഴാ? പെറ്റ് വീണ് ആദ്യം കാണുന്ന സമയമില്ലേ? പിന്നീട് മക്കൾ കരയുമ്പോൾ കൂടെ ആര് കരയുള്ളൂ? അമ്മ കരയുള്ളൂ, വേറെ കരയില്ല. അതാണ് ആ അമ്മയുടെ ഒരു അനുഭവം എന്ന് പറയണത്. അപ്പോൾ പറഞ്ഞു വന്നത്, ശ്രീകൃഷ്ണ പരമാത്മാവ് അദ്ദേഹത്തിന് പാദമൊക്കെ കഴുകി വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ച്, അങ്ങനെ എൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു, പണ്ട് നമ്മൾ ഗുരുകുലത്തിൽ പഠിച്ച കാര്യമൊക്കെ നീ ഓർക്കുന്നുണ്ടോ? പണ്ട് ഗുരുനാഥൻ അവിടെ മുതൽ ഭഗവാൻ ചെറിയ സൂചന കൊടുക്കുക. എന്ത്? പണ്ട് നമ്മൾ വിറക് ശേഖരിക്കാൻ പോയത് ഓർമ്മയില്ലേ സുധാമാവേ? ഓർമ്മയുണ്ട്. അപ്പോൾ ചെറിയൊരു ജാള്യത ആരുടെ മുഖത്ത് വന്നു? സുധാമാവിൻ്റെ മുഖത്ത് വന്നു. എന്താ? കൊടുത്തു വിട്ട ഭക്ഷണം കൃഷ്ണൻ്റെ കൂടെ ആരെടുത്ത് കഴിച്ചു? ഈ സുധാമാവ് എടുത്ത് കഴിച്ചു. പറയാൻ പറ്റുമോ? ഒന്നും മിണ്ടിയില്ല. ഭഗവാന്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നു, ഒന്നും അറിയാത്ത രീതിയിൽ. ഭഗവാൻ ഇതൊക്കെ കേട്ടിട്ട് തലകുലുക്കൊക്കെ ഉണ്ട് അവിടെ ഇരുന്നിട്ട്. കൃഷ്ണൻ അത്ര സുന്ദരായിട്ടാണെന്നറിയോ? വസുദേവൻ അങ്ങനെ ഒരു കള്ളച്ചിരിയൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായി അങ്ങനെ ഇരിക്കുക. ശേഷമാണ് ഭഗവാൻ പറഞ്ഞു, ആട്ടെ, ഇങ്ങനെ നടുവിന് കയ്യൊക്കെ ഇങ്ങനെ കുത്തി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ രാജപ്രഭയോട്, രാജകലയോട് ചോദിക്കുക, നീ ഇത്രയും ദൂരം വന്നിട്ട് എനിക്ക് എന്താടാ കൊണ്ടുവന്നാ? എനിക്ക് എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് നീ എന്തായാലും വെറും കൈയോടെ വരില്ല എന്ന് എനിക്കറിയാം. നീ എന്താ എനിക്ക് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുന്ന ഒരു ജാള്യതയോടുകൂടി തൻ്റെ ഭാണ്ഡക്കെട്ട് കൈകൊണ്ട് ഇങ്ങനെ ഇറുകി പിടിച്ചില്ലേ, കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. വാസുദേവന് മനസ്സിലായി എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ട്, അവൻ വെറും കൈയോടെ വരില്ല. എന്നിട്ട് വാസുദേവൻ ഒരു വാക്ക് പറയുന്നുണ്ട്. എന്താ പറയണെന്നറിയോ? ആരുടെ അനുവാദം കാക്കാതെ എടുക്കുന്നവൻ ആര്? നിനക്കറിയാവല്ലോ സുധാമാവേ, എത്ര ഒളിപ്പിച്ച് വെച്ചാലും എത്ര പാത്ത് വെച്ചാലും ആര് കാണും? പണ്ട് ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ഞാൻ വെണ്ണ എടുക്കാതിരിക്കാൻ വേണ്ടി യശോദമ്മയായാലും ബാക്കി അമ്മമാരൊക്കെ എന്ത് ചെയ്യും? ഉറിയെടുത്ത് എത്ര ഉയരത്തിൽ കെട്ടാമോ അത്ര ഉയരത്തിൽ കെട്ടും. എവിടൊക്കെ കൊണ്ട് പാത്ത് വയ്ക്കുക അവിടെയൊക്കെ കൊണ്ട് പാത്ത് വയ്ക്കുക. അതൊക്കെ ആരെടുത്തിട്ടുണ്ട്? ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എത്ര ഒളിച്ച് വെച്ചെന്ന് പറഞ്ഞാലും ആരുടെ മുമ്പിൽ വരും? എൻ്റെ മുമ്പിൽ വരും. ആരുടെ അനുവാദത്തിന് വേണ്ടി ആര് നിൽക്കില്ല? ഞാൻ നിൽക്കില്ല. ആരുടെ അനുവാദം എനിക്ക് വേണ്ട സുധാമാവേ. അതും പ്രത്യേകിച്ച് എൻ്റെ ഭക്തൻ്റെ കാര്യമാകുമ്പോൾ ഞാൻ ശകലം കൂടെ കൂടുതൽ താല്പര്യം എടുക്കും, ഇല്ലേ? അങ്ങനെ കാരുണ്യമൂർത്തിയായ ഭഗവാൻ എന്ത് ചെയ്തു എന്നറിയാമോ? ചോദിക്കാനും പറയാനും അനുവാദത്തിനൊന്നും നിന്നില്ല, ചാടിയെടുത്തു. ഏത്? ഈ പൃഥുകം അങ്ങോട്ട് എടുത്തു. അപ്പോഴത്തേക്ക് ഇദ്ദേഹം സുധാമാ ബ്രാഹ്മണൻ അല്ലാത്ത രീതിയിൽ അന്താളിച്ചു. തിരുവമൃതയത്ത് ചെയ്യുന്ന തിരുവധരങ്ങളിലേക്ക് ഇനി എന്താ പോകാൻ പോകുന്നത്? ഈ കഷ്ടതകൾ നിറഞ്ഞ് എൻ്റെ വൃത്തിഹീനമായ തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് വന്ന ഈ അവല് എൻ്റെ മാധവ നീ കഴിക്കുമോ എന്നുള്ള ശങ്കയിലിരിക്കുക. അങ്ങനെ ഇരുന്നു. സാക്ഷാൽ ഭഗവാൻ കാരുണ്യമൂർത്തിയായ ഗുരുവായൂരപ്പൻ എന്ത് ചെയ്തു എന്നറിയോ സജ്ജനങ്ങൾ? നമ്മുടെ പൂത്തൂരപ്പൻ അങ്ങോട്ട് കെട്ടങ്ങോട്ട് അഴിച്ചു. കെട്ടഴിച്ചപ്പോൾ എന്താണെന്നറിയോ? അവനെ പോലും അറിയില്ല അവൻ എൻ്റെ കണ്ണങ്ങോട്ട് നിറഞ്ഞൊഴുകാൻ തുടങ്ങി.